ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ചീസി പൊട്ടാറ്റോ ബോൾ റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. ഇതൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റിയാണ്. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ശേഷം ഇത് ഉടച്ചു കൊടുക്കുക. പൊട്ടാറ്റോ പലതരം ഉണ്ടല്ലോ, നല്ല പൊടിയുള്ള പൊട്ടാറ്റോ ആകുമ്പോഴേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. 3 ടേബിൾ സ്പൂൺ സവാള, 1 ടീസ്പൂണ് ചെറുതായി അരിഞ്ഞ പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ 3 ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയില മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാഴ്സ്ലി ലീഫും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ച ശേഷം ഉപ്പ് എത്രത്തോളം ആവശ്യം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ച ശേഷം ക്യൂബായിട്ട് അരിഞ്ഞിട്ടുള്ള മൊസറല്ല ചീസ് തന്നെ വേണേ, അത് ചേർക്കാം. ഷെഡാർ ചീസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആവും. ഇനി ഇത് നന്നായിട്ട് പരത്തിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, ഉരുളകളാക്കിയിട്ട് വെക്കാം. സിലിണ്ടറിക്കൽ ഷേപ്പിലോ എങ്ങനെയെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാം. ഞാനിവിടെ ബോളാക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് പൊട്ടാറ്റോ വേവിച്ചത്, ഈ ഒരു മാവ് നല്ല ലൂസായി തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇത് ലൂസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണേ. ഇനി ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മുട്ട എടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള മുട്ട എത്രയാണ് നിങ്ങൾ എമൗണ്ട് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച്. ഞാനിവിടെ ഒരു മുട്ടയിലിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു, നന്നായിട്ട് ബീറ്റ് ചെയ്തു. ശേഷം ഇത് കട്ട്ലറ്റിനും ഇതിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുട്ടയിൽ ആദ്യം മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക. എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നമുക്കിത് ഫ്രോസൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് എടുക്കാം. ഞാൻ ഇത് നോമ്പിന് വേണ്ടിയിട്ട് ഫ്രോസൺ ചെയ്ത് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നിട്ട് നമുക്ക് പൊരിച്ചു പോരാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് പൊരിച്ചു പോരാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊരിക്കുന്നതിന് മുന്നേ ഒന്ന് ബോൾസ് ടൈറ്റാക്കി ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രോസൺ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, ഫ്രോസൺ ചെയ്ത് നന്നായിട്ട് തണുപ്പ് വിട്ട ശേഷം പൊരിച്ചെടുക്കുമല്ലോ, അങ്ങനെ ആകുമ്പോഴും നന്നായിട്ട് ഉരുട്ടി ഷേപ്പ് ചെയ്തിട്ട് മാത്രമേ പൊരിക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഓവർ സ്പൈസി അല്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.